കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ നടന്ന LGS ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമേത്? ചമ്പാരൻ സത്യാഗ്രഹം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം? റൗലത്ത് നിയമം. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര്? ഉദ്ധം സിംഗ്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാര്? അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തതാർക്കാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? 1, 3, 4, 6 പെടുന്നതാണ്. ഒന്നെന്താണ്? സമത്വത്തിനുള്ള അവകാശം. 3, ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം. 4, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. 6, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇതെല്ലാം മൗലിക അവകാശത്തിൽ പെടുന്നവയാണ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? നിർദ്ദേശക തത്വത്തിന് നടപ്പാക്കാൻ നമുക്ക് കോടതിയെ സമീപിക്കാനാകില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത്? നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏത്? ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി എന്നതാണ്. ആലുവ മണപ്പുറത്താണോ ശിവപ്രതിഷ്ഠ നടത്തിയത്? അല്ലല്ലോ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? ക്യാപ്റ്റൻ ലക്ഷ്മി. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതമായ ബന്ധപ്പെട്ട വ്യക്തി ഏത്? വള്ളത്തോൾ നാരായണ മേനോൻ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര്? വക്കം അബ്ദുൾ ഖാദർ മൗലവി സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഏറ്റവും കൂടുതൽ തവണ ലഭിച്ചത് ബ്രസീലിനാണ്. ശ്രീലങ്കയിൽ നിലവിൽ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? റനിൽ വിക്രമസിംഗെ ആയിരുന്നു. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് VP മേനോനാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ VP മേനോനാണ്. ചേരുംപടി ചേർക്കുക. ഇരുമ്പുരുക്കുശാലകളും സഹായം നൽകിയ രാജ്യങ്ങളുമാണ്. ഭിലായ് സോവിയറ്റ് യൂണിയനാണ്. ബൊക്കാറോ സോവിയറ്റ് യൂണിയനാണ്. റൂർക്കേല ജർമ്മനിയാണ്. ദുർഗാപൂർ ബ്രിട്ടനാണ്. എല്ലാം ശരിയാണ്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986. ദേശീയ വിദ്യാഭ്യാസ നയം. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. ലോക ഫുട്ബോൾ ദിനം മെയ് 25. 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായ്ക്കാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിൽ തെറ്റാണ് ചോദിച്ചത്. തെറ്റേതാണ് എന്നാണ് ചോദിച്ചത്. ബിയും ഡിയും തെറ്റാണ്. ശരിയായത് നോക്കൂ. അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെയാണ് അക്ഷാംശ രേഖാംശം 8 ഡിഗ്രി 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെയാണ് രേഖാംശം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റേത്? ബി ആണ് തെറ്റ്. ബാക്കിയെല്ലാം ശരിയാണ്. പടിഞ്ഞാറ് പാകിസ്ഥാൻ, വടക്ക് നേപ്പാൾ, തെക്കുകിഴക്ക് ഭൂട്ടാൻ. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത. ഒറ്റയാനെ കണ്ടെത്തുക.
ഹിമാലയമാണ് ഒറ്റയാൻ. ബാക്കിയെല്ലാം ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ്. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, തീരസമതലങ്ങളും ദ്വീപുകളും. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏത്? സി ആണ് തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണ്. ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിലെ ബാമർ എന്ന സ്ഥലത്താണ്. അത് ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. അതും ശരിയാണ്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. അതും ശരിയാണ്. തെറ്റെന്താണ്? ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അടിമപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി. ശൈത്യകാലത്താണോ അനുഭവപ്പെടുന്നത്? അല്ല, അതാണ് തെറ്റ്. കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകൾ ശരിയേത്? എല്ലാം ശരി. അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റ് വടക്ക് മുതൽ 12 ഡിഗ്രി 48 വടക്കു വരെയാണ്. രേഖാംശം 74 ഡിഗ്രി 52 മിനിറ്റ് മുതൽ കിഴക്കു മുതൽ 77 ഡിഗ്രി 22 കിഴക്കു വരെ. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം. സൂചനയിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. പാലക്കാട് ചുരമാണ്. എന്താണ് നോക്കാം. പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാതയാണ്. ശരിയാണ്. ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയതാദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ഏറ്റവും നീളം കൂടിയത് ഈ ഗ്രൂപ്പിലെ ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. അങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. നെയ്യാറാണ് ഒറ്റയാൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 3. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ, ജില്ലകൾ. അതിൽ ഒറ്റയാൻ ഏതാണ്? സിയാൽ പദ്ധതി എറണാകുളം. സിയാൽ എന്ന് പറയുന്നത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അവിടെ സൗരോർജ്ജമാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഇത് ജലവൈദ്യുത പദ്ധതികളാണ് കൊടുത്തത്. കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാന്റെയും നക്ഷത്രാമകളുടെയും വാസസ്ഥലമൊക്കെ എവിടെയാണ്? ചിന്നാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതം. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? വാർഡ് മെമ്പറാണ്. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ് നടന്നത്? എറണാകുളം. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ സംയോജിത പോർട്ടൽ ഏതാണ്? കതിർ ആപ്പാണ്. കതിർ ആപ്പ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? പഞ്ചായത്ത് രാജ് എന്നല്ലേ, ഇപ്പൊ രാജ് ലെൻഡ് ചെയ്യുന്ന പേരാണ്. രാജീവ് രഞ്ജൻ സിംഗ് ആണ് പഞ്ചായത്ത് രാജ് മന്ത്രി. ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം 2024 89.45 മീറ്റർ. UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ബുധൻ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീനം ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഹിന്ദുസ്ഥാനി സംഗീതമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയതാരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ഗാന്ധിജി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം 800 ആണ്. 800. ലോക അധ്യാപക ദിനം എന്നാണ്? ഒക്ടോബർ 5. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. അപ്പൊ നമ്മൾ 52 ക്വസ്റ്റ്യൻസ് നോക്കിയില്ലേ, ബാക്കി നോക്കാം. പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം. ബിയും സിയും ശരിയാണ്. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. സി അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതെല്ലാമാണ്? എയും ഡിയും കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും. അടയ്ക്കയ്ക്ക് കൊഴുപ്പുണ്ട് എന്ന് പറഞ്ഞൊരു കോഡ് പഠിച്ചില്ലേ? താഴെ പറയുന്നവയിൽ
മെച്ചപ്പെട്ട ഇനം പച്ചമുളക് ജ്വാലാമുഖിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഫിറമോണിന് ഉദാഹരണം ഏതാണ്? ബോംബിക്കോൾ. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ബാക്കിയെല്ലാം ഇൻസിറ്റു കൺസർവേഷൻ ആണ്. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? 2023 വൈദ്യശാസ്ത്ര നോബൽ COVID-19 രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? വൈറസ് ആണ്. ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏതാണ്? പ്രകീർണനം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? ഫോമിക് ആസിഡ്. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് വിസരണം ഒഴികെ ബാക്കിയെല്ലാം താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളാണ്. ചാലനം, സംവഹനം, വികിരണം. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ്? സിങ്ക് ആണ്. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ച നക്ഷത്രഗണം ഏതാണ്? വേട്ടക്കാരൻ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയാണ് ആദ്യമായി മൂലകങ്ങളെ വർഗീകരിച്ചത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ചന്ദ്രയാൻ 3. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് കാരണം. എലിപ്പനിക്ക് കാരണം എന്താണ്? ലെപ്റ്റോസ്പൈറ. ഡെങ്കിപ്പനിക്ക് കാരണം വൈറസ്. മലമ്പനിക്ക് കാരണം പ്ലാസ്മോഡിയം. മന്ത് രോഗം പരത്തുന്ന കൊതുക് ക്യൂലക്സ് കൊതു. താഴെ തന്നിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗം ഏതാ? മീസിൽസ് ആണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മിണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പാണ്. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ ആണ്. രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണം സിഗ്മോമാനോമീറ്റർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതാം. 2ഉം 3ഉം ശരിയാ. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അത് ശരിയാ. 3 നോക്ക്. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. അതും ശരിയാണ്. എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവമാറ്റ പദ്ധതി മൃതസഞ്ജീവനി. അംബാസഡർ ആരാ? മോഹൻലാൽ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് 70ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ഏതാണ്? ആട്ടം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? മലിനജലം. ഇസ്രോയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? S. സോമനാഥ്. ബാക്കി മാത്സ് ആണ്. നമ്മൾ എല്ലാ GK ക്വസ്റ്റ്യൻസും കവർ ചെയ്തു. എല്ലാവരും നോക്കണേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. താങ്ക് യു.